കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവരാത്രി വ്രതം അനുഷ്ഠിച്ചവരും അനുഷ്ഠിക്കാത്തവരും, അതായത് പ്രാർത്ഥന മാത്രമായിട്ട് ഇരുന്ന ആളുകളും വ്രതത്തിൻ്റേതായ രീതിയിൽ ഇരുന്ന് മഹാദേവനെ പ്രാർത്ഥിച്ച ആളുകളും എല്ലാവരും തന്നെ നാളത്തെ ദിവസം നമ്മൾ രാവിലെ പാരണ വീടും. പാരണ വീടിക്കഴിഞ്ഞ് നിങ്ങൾ ഒരു ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ശിവരാത്രി വ്രതം പൂർത്തിയാകും. ഇനി വ്രതം എടുക്കാത്ത ആളുകളാണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന ദേവിയെ നിങ്ങൾ ഭജിച്ചു കൊള്ളുക. ആ ദേവിയുടെ പേരാണ് പ്രത്യങ്കിര. പലരും ഇങ്ങനെയൊരു ദേവിയെപ്പറ്റി കേട്ടിട്ടുണ്ടാകണം എന്നില്ല. ആരാണ് ഈ ദേവി? എന്തിനാണ് ശിവരാത്രിയുടെ അടുത്ത ദിവസം നമ്മൾ ഈ ദേവിയെ പ്രാർത്ഥിക്കുന്നത്? എന്താണ് ഈ ദേവിയുടെ പ്രത്യേകത? ഐതിഹ്യം എന്താണ് വഴിപാടുകൾ, എന്താണ് നാമങ്ങൾ? ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരുന്ന് കേൾക്കണം. ഈ കാലഘട്ടത്തിന് ഈ ദേവിയോടുള്ള പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. നമുക്കറിയാം, നരസിംഹ അവതാരം. ഹിരണ്യകശിപുവിനെ വധിക്കുന്നതിനായി മഹാവിഷ്ണു നരസിംഹ രൂപത്തിൽ അവതരിച്ചു. ത്രിസന്ധ്യാസമയത്ത് ഉമ്മറപ്പടിമേൽ ഇരുന്നു കൊണ്ട് തൻ്റെ മടിയിൽ ഹിരണ്യകശിപുവിനെ കിടത്തിക്കൊണ്ട് തൻ്റെ നഖം ഉപയോഗിച്ച് ഹിരണ്യകശിപുവിനെ വലിച്ചു കീറിക്കൊല്ലുന്നു ഉഗ്ര നരസിംഹമൂർത്തി. കുടൽമാലകൾ തൻ്റെ വിരലുകളാൽ വാരിയെടുക്കുന്നു, അത് കഴുത്തിൽ ചുറ്റുന്നു, ചുടുരക്തം കുടിക്കുന്നു. അതിനുശേഷം ഉഗ്ര നരസിംഹമൂർത്തി ഘോരമായി അലറി. ആ അലർച്ച കേട്ട് 14 ലോകങ്ങളും വിറച്ചു. എല്ലാവരും ഭയപ്പെട്ടു. നരസിംഹമൂർത്തിയുടെ ക്രോധം എങ്ങനെ ശമിപ്പിക്കുമെന്ന് എല്ലാവരും ആലോചിച്ചു. പലതരത്തിൽ നരസിംഹദേവനെ എല്ലാവരും പ്രാർത്ഥിച്ചു, പൂജിച്ചു, സ്തുതിച്ചു. പക്ഷേ ദേവന്റെ ക്രോധം ശമിച്ചില്ല. ആ സമയത്താണ് പ്രഹ്ലാദനെ ബ്രഹ്മദേവൻ നരസിംഹമൂർത്തിയുടെ അടുക്കലേക്ക് അയക്കുന്നത്. കുഞ്ഞു പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിച്ചതോടുകൂടി നരസിംഹമൂർത്തിയുടെ കോപം ശമിച്ചുവെന്നും നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചുവെന്നും ഭാഗവതം പറയുന്നു. ശിവപുരാണത്തിലും മാർക്കണ്ഡേയ പുരാണത്തിലുമൊക്കെ മറ്റൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. അതായത് ക്രോധം ശമിച്ചതിനു ശേഷം നരസിംഹമൂർത്തി വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്ന ആ ഒരു സമയം അസുരൻ്റെ രക്തമാണ് കുടിച്ചത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഒന്ന് ക്രോധം ശമിച്ചുവെങ്കിലും, അതായത് പ്രഹ്ലാദൻ്റെ പ്രാർത്ഥനയാൽ തൽക്കാലത്തേക്ക് ക്രോധം ശമിച്ചുവെങ്കിലും പൂർണ്ണമായിട്ടും നരസിംഹമൂർത്തിയുടെ ആ ഒരു ക്രോധത്തിന് ശമനമുണ്ടായിട്ടില്ല. അസുര രക്തം കുടിച്ചിരിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ആ ഒരു ദോഷം അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ ഭഗവാൻ ഇരുന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഭഗവാന് വീണ്ടും ക്രോധമുണ്ടാവുകയും അത് ലോകത്തിന് നാശമുണ്ടാക്കുകയും ചെയ്യുമെന്ന് എല്ലാവരും ഭയപ്പെട്ടു. അങ്ങനെ എല്ലാവരും കൂടി കൈലാസത്തിലേക്ക് പോകുന്നു. ഭഗവാൻ മഹേശ്വരനെ കണ്ട് സങ്കടം പറയുന്നു. ആ സമയത്ത് ശിവന്റെ ഉഗ്ര തേജസ്സിൽ നിന്നും ഒരു ദേവി ഉണ്ടാകുന്നു. ആ ദേവിയാണ് പ്രത്യങ്കര ദേവി. അതിനുശേഷം മഹേശ്വരൻ ശൂലിനി എന്ന ദേവിയെയും പ്രത്യങ്കര എന്ന ദേവിയെയും
അതായത് മഹാദേവിയുടെ 2 ശക്തിവിശേഷങ്ങളാണ്. ഈ 2 ശക്തിവിശേഷങ്ങളും 2 ചിറകുകളായി രൂപാന്തരപ്പെടുകയും സിംഹത്തിൻ്റെ സങ്കര രൂപത്തോടു കൂടിയിട്ടുള്ള ഒരു പക്ഷി ഉണ്ടാവുകയും ചെയ്യുന്നു. ആ പക്ഷിയുടെ 2 ചിറകുകൾ ശൂലിനി ദേവിയും പ്രത്യങ്കരാ ദേവിയുമാണ്. ഈ പക്ഷിക്ക് ശരഭൻ എന്ന് പേരിടുന്നു. ഈ ശരഭൻ എന്ന ഈ പക്ഷിയെ വൈകുണ്ഠത്തിലേക്ക് പോകുന്ന വഴിക്ക് നരസിംഹം കാണുന്നു. ഈ ശരഭൻ എന്ന പക്ഷിയെ ആക്രമിക്കുന്നതിനായി, അതായത് അപ്പോഴും ഭഗവാന്റെ ആ ഒരു ക്രോധം പൂർണ്ണമായിട്ടും ശമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ശരഭനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആക്രമിക്കണമെന്ന് തോന്നുന്നത്. അങ്ങനെ നരസിംഹം 2 തലയുള്ള ഒരു പക്ഷിയെ സൃഷ്ടിക്കുന്നു. ആ പക്ഷിക്ക് ഗന്ധബെരുണ്ട എന്നാണ് പേരിട്ടത്. ഗന്ധബെരുണ്ട. ഈ ഗന്ധബെരുണ്ടയും ശരഭൻ എന്ന പക്ഷിയുമായി വീണ്ടും യുദ്ധമാകുന്നു. ഈ സമയത്ത് ശരഭൻ എന്ന പക്ഷിയുടെ 3ാം തൃക്കണ്ണിൽ നിന്ന് പ്രത്യങ്കര എന്ന ദേവി മോചിതയാവുകയും ആ ദേവിക്ക് നരസിംഹമൂർത്തിയുടെ സ്ത്രീ രൂപമായ നാരസിംഹിയുടെ രൂപം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രൂപം ഭഗവാനോട് ചേരുന്നു. ഭഗവതിയെ കണ്ടതോടുകൂടി നരസിംഹം എന്ന ഉഗ്രമൂർത്തി പൂർണ്ണമായും ശാന്തനായി എന്നാണ് മാർക്കണ്ഡേയ പുരാണവും ശിവപുരാണവും പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദേവിക്ക് പൂർണ്ണചണ്ഡിക എന്ന നാമം ഉണ്ടാകുന്നു. അഥർവവേദത്തിൽ അഥർവണ ഭദ്രകാളി എന്നറിയപ്പെടുന്നതും ഈ ദേവി തന്നെയാണ്. മോക്ഷമാതാവ് എന്നാണ് ഈ ദേവിയെ അറിയപ്പെടുന്നത്. ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഞായറാഴ്ച, അഷ്ടമി ദിവസങ്ങൾ, അമാവാസി ദിവസങ്ങളിലൊക്കെ തന്നെ ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ഈ ദേവിക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്. ശാസ്തമംഗലത്താണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ കുംഭകോണത്ത് അയ്യാവാടി എന്ന സ്ഥലത്ത് ദേവിക്ക് ക്ഷേത്രമുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ മറ്റ് പല സ്ഥലങ്ങളിലും ദേവിക്ക് ക്ഷേത്രമുണ്ട്. ചുവന്ന മുളകാണ് പ്രധാനമായിട്ടും വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. പ്രത്യങ്കര ഹോമമൊക്കെ ചെയ്യാറുണ്ട്. മാഘമേളയിൽ നമുക്കിപ്പോൾ തിരുനാവായയിൽ മാഘമേള സമയത്ത് പ്രത്യങ്കരാദേവിക്ക് ഹോമം പൂജകളൊക്കെ നടത്തിയിരുന്നു. ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രമേ ദേവിയുടെ മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടുള്ളൂ. ഉഗ്രമൂർത്തിയാണ്. നമ്മൾ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ ഉഗ്രമൂർത്തിയാണ്. എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന ഭഗവതിയാണ്. അതുപോലെ ശത്രുനാശം, കേസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമ്മൾ തമ്മിൽ ആരെങ്കിലും തമ്മിൽ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കേസുകളിൽ വിജയിക്കുന്നതിനായിട്ട് ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ശത്രുനാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രോഗം മാറുന്നതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഗ്രഹദോഷങ്ങൾ മാറുന്നതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ക്ഷുദ്ര ആഭിചാര ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബദോഷങ്ങൾ മാറുന്നതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. സന്താനങ്ങൾ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കാറുണ്ട്. സമ്പത്ത് ഉണ്ടാകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അതായത് എല്ലാ വിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ദേവിയെ പ്രാർത്ഥിക്കാറുണ്ട്. ഉഗ്രരൂപിണിയാണ്. ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഉഗ്രരൂപിണിയാണ്. നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഉഗ്രരൂപിണിയാണ് പ്രത്യങ്കരാ ദേവി. ഈ ദേവിയുടെ പ്രാധാന്യം പലരും മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപാസന മൂർത്തിയായിത്തീരും പ്രത്യങ്കരാ ദേവി. അത്ര ശക്തിശാലിയായ ഭഗവതിയാണ് പ്രത്യങ്കരാ ദേവി. ധാരാളം മന്ത്രങ്ങളുണ്ട്. പക്ഷേ
ഗുരു ഉപദേശമില്ലാതെ ആ മന്ത്രങ്ങളൊന്നും തന്നെ ജപിക്കുവാൻ പാടുള്ളതല്ല. കാരണം അത്രയ്ക്ക് ശക്തിശാലിയായ ഭഗവതിയാണ്. ഓം പ്രത്യങ്കരായേ നമ എന്ന് നമുക്ക് യാതൊരു ഗുരു ഉപദേശവുമില്ലാതെ ജപിക്കാവുന്നതാണ്. ഓം പ്രത്യങ്കരായേ നമ അല്ലെങ്കിൽ ഓം പ്രത്യങ്കരാദേവിയേ നമ എന്ന് നമുക്ക് ജപിക്കാം. അതിന് പ്രത്യേകിച്ച് ഗുരു ഉപദേശങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വറ്റൽമുളകാണ്, അതായത് ചുവന്ന വറ്റൽമുളകാണ് ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ടുള്ള നൈവേദ്യങ്ങളൊക്കെ സമർപ്പിക്കാറുണ്ട്. ഓരോ ദേശത്തിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ചുവന്ന വറ്റൽമുളകിനാണ് പ്രാധാന്യമുള്ളത്. അതുപോലെ പ്രത്യങ്കരാദേവിക്കൊരു ഗായത്രിയുണ്ട്. ആ ഗായത്രിയും നമുക്ക് ജപിക്കാവുന്നതാണ്. ഓം അപരാജിതായൈ വിദ്മഹേ ശത്രുനിഷൂധിന്യൈ ധീമഹി തന്നോ പ്രത്യങ്കര പ്രചോദയാത്. ഇത് നമുക്ക് അതിരാവിലെ ബ്രഹ്മമുഹൂർത്ത സമയത്തൊക്കെ തന്നെ ജപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ വിളക്ക് തെളിയിച്ച് വെച്ചിട്ട് നമ്മൾ പ്രത്യങ്കരാദേവിയോട് നമ്മുടെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുക. അമ്മേ ഭഗവതി പ്രത്യങ്കരേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമ്മുടെ ആവശ്യങ്ങളുമൊക്കെ പറഞ്ഞ് അമ്മേ ഭഗവതി ഈ ഉള്ളവളുടെ സങ്കടം തീർത്തു തരയണമേ എന്ന് പറഞ്ഞ് നമുക്ക് നമസ്കരിക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല, അതിൽ യാതൊരു ദോഷവുമില്ല. എപ്പോഴും ഇങ്ങനെ പ്രത്യങ്കരാദേവി എന്ന് നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാം. പ്രത്യേക ബീജമന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നാമങ്ങളൊന്നും തന്നെ ജപിക്കരുത്. ധാരാളം മന്ത്രങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പല യൂട്യൂബുകളിലോ ഒക്കെ കാണും. പക്ഷേ ആ നാമങ്ങളൊന്നും തന്നെ എടുത്തു വെച്ച് ജപിക്കരുത്. കാരണം ഗുരു ഉപദേശം അനുസരിച്ചിട്ട് അതിൻ്റേതായ വിധി അനുസരിച്ചിട്ട് മാത്രമേ ജപിക്കാവൂ. അല്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാകുന്നത്. പക്ഷേ നമുക്കിങ്ങനെ ഭഗവതിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യങ്കരാദേവിയെ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മേ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യങ്കരാദേവിയുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് നമുക്ക് എന്തു ചെയ്യാം, നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. അമ്മേ പ്രത്യങ്കരാദേവി, ഈ ഉള്ളവളുടെ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരയണമേ, ഈ ദോഷങ്ങളൊക്കെ മാറ്റി തരയണമേ, ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരയണമേ, ഇങ്ങനെ പറഞ്ഞെന്ത് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, അഷ്ടമി ദിവസം, ഞായറാഴ്ച ദിവസം ഒക്കെ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ ഈ ശിവരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വളരെ വളരെ ശ്രേഷ്ഠമാണ് പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുന്നത്. പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുന്നത് തുടങ്ങാനും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ശിവരാത്രി കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം. അതുകൊണ്ട് എല്ലാവരും ദേവിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കാം. കുംഭകോണത്ത് അയ്യാവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ഷേത്രമുണ്ട്. അതുപോലെ ചെന്നൈയിൽ പല സ്ഥലങ്ങളിലും പ്രത്യങ്കരാദേവിയുടെ ക്ഷേത്രമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ദേവിയുടെ ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം. തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലത്ത് പ്രത്യങ്കരാദേവിയുടെ ക്ഷേത്രമുണ്ട്. എല്ലാവർക്കും ദേവിയുടെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊള്ളുക. നാളത്തെ ദിവസം മഹേശ്വരനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രത്യങ്കരാദേവിയെ കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. പ്രാർത്ഥിച്ചു നോക്കിക്കൊള്ളുക. വിശ്വാസത്തോടുകൂടി തീർച്ചയായിട്ടും ഫലമുണ്ടാകും. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.